ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇവാനിയൻ വഴിയിലേക്ക് വീണ്ടും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുകയുണ്ടായി. ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു ആത്മാർത്ഥത പലതരത്തിൽ ചുരുളഴുകയും അത് രക്ഷാകരമായ ഒരു സാന്നിധ്യമായി അപരന് അനുഭവപ്പെടുകയും ചെയ്യണം. പുനരൈക്യം അത്തരത്തിലുള്ള ഒരു ചുരുളഴിയലാണ്. കാരണം പുനരൈക്യത്തിൽ നാം അപരനോട് പറയുന്നത് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നാണ്. പലപ്പോഴും ഈ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിലൊരു ഞാൻ വിചാരിച്ചതും, അതല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു നിന്നോട്, പക്ഷെ നിന്നോട് കൂടെ ആയിരിക്കുക അത്ര എളുപ്പമാണോ എന്ന് പറഞ്ഞ് ബന്ധങ്ങളിലൊക്കെ നമ്മൾ കാറ്റിനെ പ്രസവിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കടന്ന് കൂടെ ഉണ്ടെങ്കിലും ഇല്ലാത്ത പോലെ അല്ലേ എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ നമ്മൾ അനുഭവിക്കുന്നു. കഴിഞ്ഞ ധ്യാനങ്ങളുടെ പശ്ചാത്തലത്തില് നമ്മൾ അപരന്റെ അടുത്തേക്ക് ചെന്ന് പുനരൈക്യപ്പെടുന്ന ആ ഒരു അനുഭൂതിയിലേക്ക് വളരാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ടോക്കിന്റെ പശ്ചാത്തലത്തില് ചിലർക്കൊക്കെ അപ്പോൾ വേണമെങ്കിൽ തോന്നാം, ഞാൻ അപരന് വേണ്ടി ഒരു രക്ഷാകരമായ സാന്നിധ്യമാകാം, ഞാൻ എൻ്റെ കുടുംബത്തിലെ എൻ്റെ മക്കളോട് അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയോട് വാസ്തവത്തില് സ്നേഹത്തിലുള്ള ഞാൻ നിന്നോടുകൂടെ എന്ന് പറഞ്ഞ് അത് ഈറയാകുകയും റാഫയാകുകയും റായാകുകയും ഒക്കെ ചെയ്യുന്ന അനുഭൂതിയിൽ ഞാൻ വളരാം എന്നുള്ള ചില തീരുമാനങ്ങൾ ചിലരുടെ എല്ലാം ഉള്ളിൽ വരാം. ഈ സമയത്ത് നിങ്ങൾ അങ്ങനെയുള്ള ഒരു തീരുമാനങ്ങളിലേക്കും കടന്നു ചെല്ലരുത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി നമുക്ക് അല്പം കൂടി ഇവാനിയൻ വഴിയിലൂടെ നടക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ ഒന്നോ രണ്ടോ ചിന്തകളില് പെട്ടെന്ന് മാറാം എന്ന് കരുതി ചില കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്താനും ശരിപ്പെടുത്താനും ഒക്കെ നമ്മളുടെ സൈഡിൽ നിന്ന് തന്നെ ചെയ്യാൻ നോക്കുമ്പോഴാണ് പുനരൈക്യം നിലനിൽക്കുന്ന ഒരു ബന്ധമായിട്ട് വളരാത്തത്. ഒന്നോ രണ്ടോ ദിവസത്തിന്റെ ചിന്തകളില് ഞാൻ ഇനി ഒന്നും ചെയ്യില്ല, ഞാൻ ഇനി സമാധാനമായിട്ട് ജീവിക്കും, പുനരൈക്യപ്പെട്ട് ജീവിക്കും എന്നൊക്കെ എടുത്തു ചാടുമ്പോൾ അത് എത്ര ദിവസത്തേക്കുള്ള പുനരൈക്യമാണ്? പുനരൈക്യം ജീവിതകാലം മുഴുവനും നിലനിൽക്കേണ്ട, തലമുറകൾക്ക് മുഴുവൻ ശാന്തി നൽകുന്ന ഒരു അനുഭവമായിട്ട് വളരേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ അടിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ പുനരൈക്യപ്പെടാനുള്ള ആ ഒരു അവസ്ഥയുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയെ കാണുകയും മണക്കുകയും ചെയ്ത് അതിനെ അഭിമുഖീകരിക്കുക എന്നതാണ് ഇപ്പോഴുള്ള ആ ഒരു അവസ്ഥാവിശേഷം. അപ്പൊ നമ്മുടെ വിമുഖതകളെ വെടിഞ്ഞ് നമുക്ക് ചുറ്റുമുള്ളവരെയും അല്ലെങ്കിൽ പുനരൈക്യപ്പെടാനുള്ള ആ അവസ്ഥയെയും അഭിമുഖീകരിക്കാൻ ഇപ്പോൾ ഉള്ളിൽ ഒരു ധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആ അവസ്ഥയെ എൻ്റെ വിമുഖതകളെ കളഞ്ഞുകൊണ്ട് ഞാൻ നോക്കും എന്നുള്ള ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ടെങ്കിൽ ഇവാനിയൻ വഴിയിൽ നിങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. വിമുഖതകൾ കുറഞ്ഞു പോയി ആ പുനരൈക്യപ്പെടുന്ന സാഹചര്യത്തെ അഭിമുഖീകരിക്കാനുള്ള ആഗ്രഹം വളരുന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരരെ, നിങ്ങൾ ഇവാനിയൻ വഴിയിൽ ഒത്തിരി പുരോഗമിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കണക്കാക്കാം. ഈ പുനരൈക്യം എന്ന് പറയുന്നത് ഒരു മാറ്റം കൂടിയാണ്. നമ്മൾ പുനരൈക്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ പുനരൈക്യാനന്തരം വരുന്ന ഒരു അവസ്ഥ, അത് മാറ്റങ്ങളുടെ ഒരു അവസ്ഥയാണ്. നമ്മൾ എങ്ങനെ ആയിരുന്നുവോ അങ്ങനെ ആയിരിക്കണം എന്നില്ല പുനരൈക്യാനന്തരമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനുകളും അതിൽ നിന്നുളവാകുന്ന പ്രോബ്ലങ്ങളൊക്കെ. ഇപ്പൊ മാറ്റങ്ങൾ സ്വാഭാവികമാണോ എന്ന് ചോദിക്കുമ്പോൾ അത്ര സ്വാഭാവികമല്ല. അത് നമ്മൾ ഒത്തിരി ചിന്തിച്ച് എടുക്കേണ്ട തീരുമാനങ്ങളുടെ ഒരു പ്രൊഡക്റ്റാണ്. എന്ന് പറഞ്ഞാൽ
പുനരൈക്യം ഒരു തീരുമാനമാണ്, ഒരു ഫീലിംഗ് അല്ല. സോ ഈ റീയൂണിയൻ അല്ലെങ്കിൽ പുനരൈക്യം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ഓഫ് എ ഡിസിഷൻ, നോട്ട് എ ഫീലിംഗ് ദാറ്റ് എനിക്ക് പുനരൈക്യപ്പെടാൻ തോന്നുന്നു അതുകൊണ്ട് ഞാൻ പോയി പുനരൈക്യപ്പെടുന്നു. അങ്ങനെയല്ല. എല്ലാ വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചതിന് ശേഷം ഒരു ബോധ്യത്തിൽ നിന്ന് ഉളവാകുന്ന ഒരു ദൃഢമായ തീരുമാനമാണ് പുനരൈക്യം. അപ്പോൾ എല്ലാ തീരുമാനങ്ങൾക്കുള്ളിലും ചില സംഘർഷങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്തുകൊണ്ട് പുനരൈക്യപ്പെടുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ പുനരൈക്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിമുഖത വരുന്നു? അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ പ്രഭാഷണത്തിൽ ധ്യാനിക്കാൻ പോകുന്നത്. സോ പുനരൈക്യം ഒരു തീരുമാനമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ജസ്റ്റ് തിങ്ക് അബൌട്ട് ലൈഫ്. ജീവിതം ഒത്തിരി മാനങ്ങളുള്ള ഒരു സംഭവമാണ്. മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശമല്ലോ, ഡൈമെൻഷൻ എന്നുള്ള അർത്ഥത്തില് ത്രിമാന ചിത്രങ്ങൾ എന്നൊക്കെ പറയും, 3 ഡൈമെൻഷനൽ മൂവി എന്നൊക്കെ പറയും. പല മാനങ്ങളുള്ള ഒരു 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 അനുഭവമാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ടാണ് ചിലപ്പോൾ ആ മാനം നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊക്കെ പറയണേ, മാനം കെട്ട പരിപാടി എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു സീക്രട്ട് ആയിട്ടുള്ള ആ ഒരു അവസ്ഥ നശിച്ചു പോകുമ്പോഴാണ് മാനം കെട്ട വർത്താനം അല്ലെങ്കിൽ മാനം കെട്ട് അപഹാസ്യരായി എന്നൊക്കെ പറയുന്നേ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിലുള്ള ഈ പല മാനങ്ങളിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഭാഷയിൽ നമ്മൾ തിരു എന്ന് പറഞ്ഞ ഒരു വാക്ക് ഉപയോഗിച്ച് വിശുദ്ധി എന്നുള്ള അർത്ഥം കാണിക്കും. അപ്പോൾ ഒരു ഹൃദയം ഉണ്ടെങ്കിൽ അതിന് തിരുഹൃദയ. ഹൃദയത്തിന് പല മാനങ്ങളുണ്ട്. പക്ഷെ അതിൽ ഒരു മാനത്തെ നമ്മൾ വളരെ സീക്രട്ട് ആയിട്ട് വിശുദ്ധിയുള്ളതായിട്ട് കാണുമ്പോൾ നമ്മൾ അതിന് തിരുഹൃദയം എന്ന് പറയും. വചനങ്ങൾ ഇഷ്ടം പോലെയല്ലേ. തെറി പറയാനും വചനം ഉപയോഗിക്കുന്നു, പാട്ടുപാടാനും വചനം ഉപയോഗിക്കുന്നു, ഡ്രാമയ്ക്കും വചനം ഉപയോഗിക്കുന്നു. പക്ഷെ ആ വചനങ്ങളൊക്കെ വിശുദ്ധി നിറഞ്ഞതായിരിക്കണോ? അതുകൊണ്ട് നമ്മൾ തിരുവചനം എന്ന് പറയും. തിരുവചനം പോലെ ശുദ്ധമായത് എന്ന് പറയും. നമ്മൾ തിരുവചനങ്ങൾ മൊഴിയുന്നവരാണെന്ന് പറയും. അതിനൊക്കെ നമ്മൾ പിന്നെ പറയാന്ന് പറയാതെ അരുൾ ചെയ്തു എന്നൊക്കെ പറയും. അതുപോലെ പല നാളുകളുണ്ട്. എല്ലാ നാളുകൾക്കും പല മാനങ്ങളുണ്ട്. പക്ഷെ ആ നാളുകളിലെ ഒരു മാനത്തെ ഇതെൻ്റെയാണ് അല്ലെങ്കിൽ അത് വിശുദ്ധമായതാണ് എന്ന് പറയുമ്പോൾ അല്ലേ നമുക്ക് തിരുനാള് കിട്ടുന്നേ. അപ്പൊ അത് ഹൃദയമായാലും വചനങ്ങളായാലും നാളുകളായാലും ദേ ആർ ദേർ. പക്ഷെ അതൊക്കെ എങ്ങനെയാണ് സീക്രട്ട് ആകുന്നത്? അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിനെ തന്നെ ഒരു പുതിയ അസ്തിത്വത്തെ കൊണ്ടുവരുന്നത്? അതിൽ ഒരു മാനത്തെ നമ്മുടേതാക്കുമ്പോഴാണ്. അതിനാണ് തിരുമാനം എന്ന് പറയുന്നത്. പല മാനങ്ങളുള്ള ഈ ജീവിതത്തിന്റെ ഒരു മാനത്തെ ഞാൻ എൻ്റെ ആക്കുമ്പോൾ, ഹോളിയാക്കുമ്പോൾ, പവിത്രമാക്കുമ്പോൾ അതൊരു തീരുമാനമായിട്ട് മാറും. പുനരൈക്യം അങ്ങനെ ഒരു പവിത്രീകരണ പ്രക്രിയയിൽ വരുന്ന ജീവിതത്തിന്റെ തന്നെ ഒരു പുതിയ അർത്ഥതലമാണ്. അപ്പൊ പുനരൈക്യപ്പെടുന്നത് പുറത്തുനിന്നുള്ള ഒരു ഫോഴ്സിലൂടെ, ഇനിയിപ്പോ വേറെ നിവൃത്തിയൊന്നുമില്ല, അന്ന് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല. ഇറ്റ് ഈസ് മേക്കിംഗ് ദ ഹോൾ തിങ് ഇൻ ടു എ സീക്രട്ട് തിങ്. ആ ജീവിതത്തിന്റെ മാനത്തെ മുഴുവനും ആധ്യാത്മികതയില് മാറ്റിമറിക്കുന്ന പുതിയ അസ്തിത്വത്തിലേക്ക് നീക്കുന്ന ഒരു തീരുമാനമാണ് അത്. ഇറ്റ്സ് എ സീക്രട്ട് ഡൈമെൻഷൻ ഇൻ അവർ ലൈഫ്. സോ അതൊരിക്കലും ഫോഴ്സ്ഡ് ആയിട്ടോ നമ്മൾ മുകളിൽ ട്രസ്റ്റ് അപ്പോൺ ആയിട്ടൊന്നും തോന്നരുത്. പക്ഷെ ഐ ഹാവ് ഡിസൈഡഡ് ടു ഡു ദാറ്റ്. അത് സ്നേഹം ആയിക്കോട്ടെ, ജീവിതത്തിലെ പല കാര്യങ്ങളും ദേ ആർ ഫ്രൂട്ട് ഓഫ് അവർ ഡിസിഷൻ. നമ്മുടെ തീരുമാനത്തിന്റെ ഫലങ്ങളാണത്. അപ്പോൾ നമ്മൾ ഈ തീരുമാനങ്ങൾ എടുക്കാൻ നോക്കുമ്പോൾ, ഐ ടോൾഡ് യു, ജീവിതത്തിന് പല മാനങ്ങളുണ്ടെന്ന്. ഏത് മാനത്തിനെ മാറ്റി നിർത്തും? ഏത് മാനത്തിനെ ഞാൻ എൻ്റെയാണ് അല്ലെങ്കിൽ അത് പവിത്രമാണ്, വിശുദ്ധിയാണ് എന്ന് പറയും? അപ്പോഴാണ് ഒരു സംഘർഷം പൊന്തി വരിക. അപ്പൊ എല്ലാതും വേണമെന്ന് പറയും. സോ എ ക്രൈസിസ് കംസ് അപ്പ്. പുനരൈക്യത്തിലേക്ക് കടക്കുന്ന പുത്തൻകുർ സമുദായത്തിലായിക്കോട്ടെ, പുനരൈക്യത്തിലേക്ക് കടന്ന പിതാവിൻ്റെ ജീവിതത്തിലായിക്കോട്ടെ,
അവിടെ ഒരു ആധ്യാത്മിക സംഘർഷം പൊന്തി വരാൻ തുടങ്ങും. ഞാൻ വിചാരിച്ചു എന്ന് പറയുന്ന സംഘർഷം പോലെ, കാറ്റിനെ പ്രസവിക്കുന്നു എന്ന് തോന്നുന്ന സംഘർഷം പോലെ ഈ മ്ലേച്ഛതയുടെ അടിയിൽ വേറൊരു സംഘർഷം നമ്മൾ കാണാൻ തുടങ്ങും. ഈ സംഘർഷത്തെ അതിജീവിക്കുന്നവന് മാത്രമേ ആത്യന്തികമായിട്ട് പുനരൈക്യപ്പെടാൻ കഴിയുള്ളൂ. ഈ ജീവിതം പല മാനങ്ങളുള്ളതാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കതിന് വേറൊരു തരത്തിൽ വേണമെങ്കിൽ പറയാം, ഈ ജീവിതം എന്ന് പറയുന്നത് ഒത്തിരി സാധ്യതകളുടെ ഒരു വലിയ കൂട്ടായ്മയാണ്, ഒരു സമന്വയമാണ്. ഹൺഡ്രഡ്സ് ഓഫ് പോസിബിലിറ്റീസ്. എത്രമാത്രം പോസിബിലിറ്റികളാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെന്ന് ചോദിച്ചാൽ വി ജസ്റ്റ് കനോട്ട് കൗണ്ട്. അതാ ദൈവം, ആ ധാരാളിത്തം. ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ജീവൻ നൽകുവാനും അത് ധാരാളമായി നൽകുവാനും എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഇൻ അബണ്ടൻസ് ദെയർ. ഒന്നിനും കുറവില്ലാത്ത ഇമ്മൻസ് പോസിബിലിറ്റികൾ. പക്ഷെ നമ്മുടെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ താഴെ. ഈ പോസിബിലിറ്റികൾ മുഴുവൻ നമുക്ക് ആ ഒരു ഗിവൺ സിറ്റുവേഷനിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ആ അനന്ത സാധ്യതകളിൽ നിന്ന് ഞാൻ ഒരു സാധ്യതയെ ഞാൻ ആയിരിക്കുന്ന സമയത്ത് ഞാൻ സ്വീകരിക്കണം, തിരഞ്ഞെടുക്കണം. ദാറ്റ്സ് എ ക്രൈസിസ്, എ കോൺഫ്ലിക്റ്റ്, എ സ്പിരിച്വൽ കോൺഫ്ലിക്റ്റ് അറൈസിങ് ഫ്രം ഡിസിഷൻ ആൻഡ് നെഗേറ്റഡ് പോസിബിലിറ്റീസ്. അതെങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിൻ്റെ അപ്പുറത്ത് ഞാൻ ഒത്തിരി സാധ്യതകളെ നിരാകരിക്കുന്നുണ്ട്. ഒരു തീരുമാനവും നിരാകരിക്കപ്പെട്ട ഒത്തിരി സാധ്യതകളും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഈ നിരാകരിക്കപ്പെട്ട സാധ്യതകൾ വളരെ സാധുവായ ഒരു സാധ്യതയായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ നേരത്തെ എടുത്ത തീരുമാനം അസാധുവായിട്ട് തോന്നും. കാരണം ഈ നിരാകരിക്കപ്പെട്ട സാധ്യതയും ബാഡല്ല. നിരാകരിക്കപ്പെട്ട സാധ്യത ഒരു മ്ലേച്ഛമായ ഒരു സാധനമല്ലായിരുന്നു. ആ മാനം നല്ലതായിരുന്നു. അപ്പൊ ആളുടെ ഉള്ളില്, വ്യക്തികളുടെ ഉള്ളില് ഒരു കൺഫ്യൂഷൻ കയറി വരാൻ തുടങ്ങും. ഞാൻ എടുത്ത തീരുമാനം ശരിയായിരുന്നോ? എന്നാൽ അത് വേണ്ട, എനിക്കിത് മതി എന്ന് പറയാനായിട്ട് തുടങ്ങും. ഈ സംഘർഷം വന്നാൽ പിന്നെ പുനരൈക്യപ്പെടാൻ പറ്റില്ല. കാരണം പുനരൈക്യപ്പെടുന്ന ഒരു തീരുമാനത്തില് വേറെ ഒത്തിരി സാധ്യതകളെ നിരാകരിക്കേണ്ടതുണ്ട്. പുത്തുങ്കൂർ സമുദായത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ബദനി മെത്രാനായിരുന്ന സമയത്ത് പിതാവ് പുനരൈക്യപ്പെടും എന്ന് പറയുന്ന തീരുമാനത്തിലേക്ക് കടക്കുമ്പോൾ അതിന് ചുറ്റുമുണ്ടായിരുന്ന ഒരു ജനത ഈ ഒരു ആധ്യാത്മിക സംഘർഷത്തിന്റെ പാത്രങ്ങളായി. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? കാരണം പുനരൈക്യത്തിന്റെ അവസാന നാളുകളിൽ പിതാവിനോട് കൂടെ ഒത്തിരി ചേർന്ന് വർക്ക് ചെയ്തിരുന്ന EV ജോൺ വക്കീലോ മാമൻ മാപ്പിളയോ അവരൊന്നും പുനരൈക്യപ്പെട്ടില്ല. അല്ലെങ്കിൽ പുനരൈക്യപ്പെടണമെന്ന് തീവ്രമായി ആഗ്രഹിച്ച വട്ടശ്ശേരി ദിവാന്യൂസ് എന്ന് പറയുന്ന വലിയ പിതാവോ, അല്ലെങ്കിൽ പുനരൈക്യപ്പെടാൻ ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് സിനഡിൽ പിതാവിനെ ഈ വിഷയത്തെക്കുറിച്ച് എഴുതാനും അന്വേഷിക്കാനൊക്കെ ബറമേൽപ്പിച്ചവരോ ഒന്നും പുനരൈക്യപ്പെട്ടില്ല. അവിടെ ഒരു വലിയ ആധ്യാത്മിക സംഘർഷം കയറി വന്നു. ഒരു തീരുമാനവും അതുവഴി നിരാകരിക്കപ്പെടുന്ന സാധ്യതകളും തമ്മിലുള്ള ഒരു വലിയ സംഘർഷം കയറി വന്നു. ആ സംഘർഷത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ കുറെ ആൾക്കാർ നിസ്സഹായരായിട്ട് അവിടെ അങ്ങനെ നിന്നു. ഒത്തിരി പേരുകൾ തിരിച്ചുപോയി. കാരണം പുനരൈക്യം അവർക്ക് ഒരു തീരുമാനമായിരുന്നില്ല, പല സാധ്യതകൾക്കുള്ളിലെ ഒരു സാധ്യതയായിരുന്നു. ഞാനത് മുമ്പത്തെ ഒരു ടോക്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒറ്റപ്പണക്കേസ് എങ്ങാനും തോൽക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും നമ്മൾക്ക് നിലനിൽക്കണ്ടേ, അങ്ങനെ ഒരു സാധ്യതയായിരുന്നു പലർക്കും പുനരൈക്യം. ബദനി വേറൊരു സാധ്യതയായിരുന്നു, വട്ടിപ്പണക്കേസ് വേറൊരു സാധ്യതയായിരുന്നു. പുനരൈക്യം അങ്ങനെ ഒത്തിരി സാധ്യതകൾക്കുള്ളിലെ വെറും ഒരു സാധ്യതയായിട്ട് മാറി. പിതാവിന് അങ്ങനെയല്ലായിരുന്നു. പിതാവിന് അങ്ങനെ അദ്ദേഹത്തിന്റെ മുമ്പിൽ നിലനിന്ന ഒത്തിരി സാധ്യതകൾക്കുള്ളിലെ പവിത്രമായ തീരുമാനമായിരുന്നു. അതിലേക്ക് കടക്കുന്ന പിതാവിന്റെ ഹൃദയത്തിൽ വരുന്ന വേദന, അല്ലെങ്കിൽ ആ ഒരു ആധ്യാത്മിക സംഘർഷം നമ്മുടെ ഉള്ളിലെ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിലെ മ്ലേച്ഛതകൾക്കടിയിൽ പതുങ്ങിയിരിക്കുന്ന ഒരു പാമ്പിനെ പോലെയാണ്.
ഇറ്റ് വിൽ സിംപ്ലി അപ്രൂട്ട് അസ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വിഷമയമാക്കും. എങ്ങനെ നമ്മൾക്കത് മനസ്സിലാക്കാം? അപ്പം നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നി ഞങ്ങൾ പുത്തൻകൂറിന്റെ ഭാഗമൊന്നുമല്ലല്ലോ, അങ്ങനെ ഒരു ആധ്യാത്മിക സംഘർഷം ഞങ്ങളുടെ ഉള്ളിലുണ്ടോ? തീരുമാനമെടുക്കുമ്പോൾ നിരാകരിക്കപ്പെട്ട സാധ്യതകളെ കുറിച്ചുള്ള ചിന്തകൾ ഞങ്ങളുടെ ഉള്ളിൽ എങ്ങനെയാണ് സംജാതമാകുന്നത്? വളരെ സിമ്പിൾ ചോദ്യമാണത്. അതിന് നിങ്ങളോട് ഞാൻ ഒരു ചെറിയ ധ്യാനം നടത്താനായിട്ട് പറയുന്നു. പുതുവർഷത്തില് ഈ ന്യൂ ഇയർ റെസൊല്യൂഷനുകളൊക്കെ എടുക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? പലരും അത് ചെയ്യേ. ഡിസംബർ 31 ന്യൂ ഇയർ വരാനായിട്ട് മണിക്കൂറുകൾ മാത്രം നിൽക്കുമ്പോൾ എല്ലാവരും ഭയങ്കരമാണ്, അയ്യോ ഈ കൊല്ലം പോയി, ഞങ്ങൾക്ക് അടുത്ത കൊല്ലം എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ട് കൈയൊക്കെ തിരുമ്പി കർത്താവിൻ്റെ മുമ്പിലൊക്കെ ചെന്നിരുന്നിട്ട്, കർത്താവെ പഴയ വർഷം പോയി, പുതിയ വർഷം എനിക്ക് അനുഗ്രഹത്തിന്റെ വർഷമാവട്ടെ എന്നും പറഞ്ഞിട്ട് ആ ഡിസംബർ 31 10-11 ട്രോളുകളും വാട്സപ്പുകളും ട്വിറ്ററുകളും ഒക്കെ ന്യൂ റെസൊല്യൂഷൻ കൊണ്ട് അങ്ങോട്ട് നിറയും. സം പീപ്പിൾ ആണെങ്കിൽ ഇതെടുത്താൽ മതി എന്ന് പറഞ്ഞ് തെരഞ്ഞ് നമുക്ക് ന്യൂ ഇയർ റെസൊല്യൂഷനുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അത് അവന്റെ റെസൊല്യൂഷനും അല്ല, അവളുടെ റെസൊല്യൂഷനും അല്ല, ഇതൊക്കെ വായിക്കുന്നവരുടെ റെസൊല്യൂഷനും അല്ല. എന്നാൽ അതൊക്കെ വായിച്ച് നമ്മൾ ആകെ അങ്ങോട്ട് ഫീലായിട്ട് നമ്മൾ പറയും, നാളെ മുതൽ ഞാൻ വാട്ട് ഓൾ തിങ്സ് യൂസ് ചെയ്യാൻ, നാളെ മുതൽ ഞാൻ കുടിക്കില്ല, നാളെ മുതൽ ഇത്തിരി കൂടി സേവിങ് ഒക്കെ നടത്തും, നാളെ മുതൽ ഞാൻ എൻ്റെ കുടുംബമായിട്ട് ഇത്തിരി കൂടി സമയമൊക്കെ ചെലവഴിക്കും, അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ വീട്ടിലേക്ക് ഇത്തിരി നേരത്തെ വരും, അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ കൊന്ത ചെല്ലും, അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ സന്ധ്യാപ്രാർത്ഥന മുടക്കില്ല. സുവിശേഷ സംഘക്കാരാണെങ്കിൽ ചിലപ്പോൾ ന്യൂ ഇയറിന്റെ ആ തലേ ദിവസം ഇരുന്നിട്ട് പറയും, അയ്യോ 7 കൊല്ലമായി ഈ സുവിശേഷ സംഘത്തിൽ കയറിയിട്ട്, എല്ലാ വർഷവും അവള് പറയും അടുത്ത വർഷം തൊട്ട് ഞാനൊരു പക്ക സുവിശേഷ സംഘക്കാരനാവും, ആ 25 പോയിന്റ് ഞാൻ ഒന്നും തെറ്റാതെ ഞാൻ ഒബ്സർവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിരിക്കും. പക്ഷെ ഹൗ മെനി ഡേയ്സ് ഡിഡ് യു പ്രാക്ടീസ് ഇറ്റ്? 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി തദൈവ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നില്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചേ? തീരുമാനങ്ങൾ എടുത്തപ്പോൾ നിങ്ങളെ തന്നെ പറ്റിക്കായിരുന്നു. തീരുമാനങ്ങൾ എടുത്തപ്പോൾ നിങ്ങൾ തന്നെ ഐ ആം ചീറ്റിംഗ് മൈ സെൽഫ് എന്ന് നിങ്ങൾ പറഞ്ഞു. ഇല്ലല്ലോ, ഐ ബിലീവ് യു ആർ സീരിയസ്. ആ 11 മണിക്കോ 11:30 രാത്രി ആരാധനയ്ക്ക് മുമ്പിൽ ഇരുന്നിട്ട് 12 മണിയായി, അല്ലെങ്കിൽ പുതിയ വർഷം വരാൻ മണിക്കൂറുകൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകളെല്ലാം നന്മയായിരുന്നുവെന്നും നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾ ഒരു നല്ല വ്യക്തിയായിരുന്നു എന്നും ഞാൻ സ്വീകരിക്കുന്നു. ഐ ജസ്റ്റ് ബിലീവ് ദാറ്റ് ആൻഡ് യു ആർ നോട്ട് ചീറ്റിംഗ് യുവർ സെൽഫ്. പക്ഷെ എന്ത് സംഭവിച്ചു? 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി ആയപ്പോ നിങ്ങളെടുത്ത തീരുമാനം ഒത്തിരി സാധ്യതകളെ നിരാകരിച്ചിരുന്നു. നിങ്ങൾ ഏത് തീരുമാനമാണ് എടുത്തത്, അതിൻ്റെ ഒപ്പം ഒത്തിരി നിരാകരിക്കപ്പെട്ട സാധ്യതകൾ ഉണ്ടായിരുന്നു. ആ സാധ്യതകളൊന്നും മോശമുള്ള കാര്യങ്ങളല്ലായിരുന്നു. 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി ഈ നിരാകരിക്കപ്പെട്ട സാധ്യത നിന്റെ മുമ്പിൽ ഇങ്ങനെ വന്നു നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നിനക്ക് തോന്നി, ലൈഫ് ഇത്രയൊക്കെ സ്ട്രിക്റ്റ് ആയ എങ്ങനെയാ? അപ്പൊ ഇത്തിരി ജാളിതയോടെ അതിനു വേണ്ടി ഒരു യുക്തിവിധാനം നടത്തിയിട്ട് ആ നിരാകരിക്കപ്പെട്ട സാധ്യതയെ സ്വീകരിച്ചു. ആ തീരുമാനം അസാധുവായി. അപ്പോൾ ഉള്ളിലൊരു കുറ്റബോധം. കാരണം ആ എടുത്ത തീരുമാനം നല്ലതായിരുന്നു. ആ എടുത്ത തീരുമാനത്തെ വിട്ടുകളയുകയും നിരാകരിക്കപ്പെട്ട ഒരു സാധ്യതയെ വേറൊരു യുക്തിയോടുകൂടെ സ്വീകരിക്കുകയും ചെയ്തിട്ട് പറയും, ഈ കൊല്ലം പോയി. അങ്ങനെ പിന്നെ 360 ദിവസം കുറ്റബോധം ഇല്ലാതെ ജീവിക്കും അടുത്തൊരു പുതുവർഷം വരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഈ പുതുവർഷം വരാൻ വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയുടെ ഉള്ളൊരു പ്രത്യാശയുണ്ട്. ഞാൻ എടുക്കുന്ന തീരുമാനത്തില് അടുത്ത പുതുവർഷം ഞാൻ നിർത്തുന്നത്. അതാണ് ആ സംഘർഷം. തീരുമാനമെടുക്കുകയും നിരാകരിക്കപ്പെട്ട സാധ്യതകൾ തമ്മിൽ നമ്മുടെ ഉള്ളിൽ പൊന്തി വരുന്ന ഒരു സംഘർഷം. ആ സംഘർഷത്തിനെയാണ് നാം എ സ്പിരിച്വൽ കോൺഫ്ലിക്റ്റ് അറൈസിങ് ഫ്രം ഡിസിഷൻ വേഴ്സസ് നെഗേറ്റഡ് പോസിബിലിറ്റീസ് എന്ന് പറയാം. പിന്നീട് ഈ സാധ്യതകൾ നമ്മളെ വശീകരിക്കാൻ ശ്രമിക്കും. ഈ സാധ്യതകൾ നമ്മളെ ആകർഷിക്കും. ഈ സാധ്യത നമ്മളെ മോഹിപ്പിക്കാൻ വരും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, ആ നിരാകരിക്കപ്പെട്ട സാധ്യതകളുടെ ആകർഷണം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നിരാകരിക്കപ്പെട്ട സാധ്യതകളുടെ ഒരു എൻറ്റയർ ടെറൈനാണ്, ഒരു ഏരിയ മൊത്തം. സോ വി ക്യാൻ സേ ദ ലൂർ ഓഫ് ദ നെഗേറ്റഡ് പോസിബിലിറ്റീസ് ഓർ ദ ലൂർ ഓഫ് ദ നെഗേറ്റഡ് ടെറൈൻ. സോ ഹ്യൂജ് തിങ്. ഇറ്റ് ക്യാൻ സിംപ്ലി ക്രഷ് യു ഫ്രം വിതിൻ. ഇപ്പൊ അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ ഉള്ളിലുണ്ടോ? ടേക്ക് അനദർ എക്സാമ്പിൾ.
നമുക്കൊരു ഹോട്ടലിലേക്ക് പോവാം, അല്ലെങ്കിൽ ഒരു മധുര പലഹാരം ഒക്കെ വിൽക്കുന്ന പലതരം സ്വീറ്റ്സ് ഒക്കെ വിൽക്കുന്ന ഒരു കടയിലേക്ക് പോവാം. അവിടെ നമ്മൾ ചെല്ലുകയാണ്, നമ്മുടെ കയ്യിൽ 10 രൂപയുണ്ട് പോക്കറ്റിൽ. നോക്കുമ്പോൾ ജിലേബി, പിന്നെ രസഗുള ഒക്കെ, എൻ്റെ മനസ്സിലൊക്കെ നോർത്തിലെ സ്വീറ്റുകളാണ് കയറി വരുന്നത്. അങ്ങനെ ഒത്തിരി സ്വീറ്റ്സ് അങ്ങനെ ഇരിക്കുകയാണ്, കയ്യിൽ 10 രൂപയുണ്ട്. അപ്പൊ അവസാനം അതെല്ലാം നോക്കിയതിന് ശേഷം ആ 10 രൂപ കൊടുത്തിട്ട് ഒരു ജിലേബി വാങ്ങിച്ചു. എന്നിട്ട് ജിലേബി തിന്നുകൊണ്ടിരിക്കണെങ്കിൽ ആ കടയിലിരിക്കുന്ന ലഡുവിനെയും രസഗുളേനെയും പിന്നെ അവിടെ എന്തൊക്കെ ഇരിക്കണം അതിനെ നോക്കിക്കൊണ്ടാണ് ഈ ജിലേബി തിന്നണ്ടേ. അതൊന്നും മാറിപ്പോയിട്ടില്ല. പക്ഷെ എപ്പം ഞാൻ ജിലേബി വാങ്ങിച്ചോ ആ കടയിലെ മറ്റു പലഹാരങ്ങളോ അല്ലെങ്കിൽ സ്വീറ്റുകളോ ഒക്കെ എനിക്ക് നെഗേറ്റഡ് പോസിബിലിറ്റീസ് ആയി, അല്ലെങ്കിൽ അതൊക്കെ എനിക്ക് നിരാകരിക്കപ്പെട്ട സാധ്യതകളായി. എന്ന് കരുതി ആ സാധ്യതകളൊന്നും തെറ്റല്ല. ലഡു തിന്നണത് തെറ്റാണോ? രസഗുള കഴിക്കുന്നത് തെറ്റാണോ? വേറെ അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും സ്വീറ്റ് കഴിക്കുന്നത് തെറ്റാണോ? അതൊന്നും തെറ്റല്ല. പക്ഷെ ജിലേബി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജിലേബി എന്ന് പറയുന്നതിനെ എടുക്കാൻ തീരുമാനിച്ചപ്പോ അതൊക്കെ നിരാകരിക്കപ്പെട്ട സാധ്യതകളായി. കാരണം കയ്യിലുണ്ടായിരുന്നു 10 രൂപയായിരുന്നു. ഈ ജിലേബി മേടിക്കാനായിട്ട് ആ 10 രൂപ ഞാൻ എൻ്റെ റിസോഴ്സിനെ ഞാൻ എംപ്റ്റി ചെയ്തു കഴിഞ്ഞു. ഇനി എങ്ങനെ? ജിലേബി തിന്നുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ മനസ്സിലൊരു ചിന്ത, ലഡു തിന്നായിരുന്നു. ലഡു തിന്നണ്ടെന്ന് ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? അപ്പൊ അങ്ങയുടെ മനസ്സിലൊരു മോഹം കയറി വരും. ആ ലഡു അവിടെ ഇരുന്ന് മോഹിപ്പിക്കാൻ തുടങ്ങും. അപ്പോ ഈ ജിലേബി തിന്നൂല്ല, ലഡു തിന്നായിരുന്നു പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇനി ലഡു തിന്നണമെങ്കിൽ ഇതേ എന്ത് ചെയ്യണം? കയ്യിലെ കാശ് കഴിഞ്ഞല്ലോ. ഇനി ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് പറ്റിച്ച് ആ കടക്കാരനെ പറ്റിക്കണം, അത് മേടിച്ച് തിന്നാനായിട്ട്. അല്ലെങ്കിൽ ആ കക്കണം, മോഷ്ടിക്കണം. 2 കാര്യത്തിൽ ആള് പാപം ചെയ്യും. എന്ന് കരുതി ലഡു തിന്നുന്നത് പാപമാണോ? അല്ലല്ലോ. പക്ഷെ അതങ്ങനെയാവും. പിന്നെ ഈ നിരാകരിക്കപ്പെട്ട സാധ്യതകൾ നമ്മുടെ മുമ്പിൽ വന്നിട്ട് നമ്മളെ അങ്ങോട്ട് പൊട്ടനാക്കി തരും, എടുത്ത തീരുമാനത്തെക്കുറിച്ച് ബോധ്യങ്ങളില്ലെങ്കിൽ. സോ മിഠായിയുടെ കാര്യത്തിലോ മധുരപലഹാരത്തിന്റെ കാര്യത്തിലോ നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും 10 രൂപ സംഘടിപ്പിച്ച് അത് ഒരെണ്ണം മേടിക്കാം. തിങ്ക് ലിറ്റ് മോർ ഡീപ്പർ. കല്യാണത്തിന്റെ കാര്യം ഒന്ന് എടുത്തു നോക്കിയാൽ, ഒരു ചെറുക്കൻ, അവൻ വിവാഹപ്രായമായിട്ട് നിൽക്കുന്ന ഒരു ദ ബെസ്റ്റ് ബാച്ചുലർ. അവന് ഈ ലോകത്തിലെ യോഗ്യയായിട്ടുള്ള ഏത് പെൺകുട്ടീനെയും കേട്ടാം. ഈ ലോകത്തില് എന്നെ പ്ലേസ് ഒന്നുമില്ല. അങ്ങനെ കിടക്കാണ് മില്ലി ജില്ലി റിന്നി മിന്നി കിന്നി എന്നും പറഞ്ഞിട്ട് എന്തോരം ആളുകളെ കിടക്കണേ. അവസാനം അവൻ അതൊക്കെ നോക്കി പറയും, എനിക്ക് മില്ലി മതി. പക്ഷെ ഏത് മുഹൂർത്തത്തിലാണോ അവൻ മില്ലിയെ മതി എന്ന് തീരുമാനിക്കുന്നത്, ജില്ലിയും കില്ലിയും റിന്നിയും കിന്നിയും ഒക്കെ നിരാകരിക്കപ്പെട്ട സാധ്യതകളായി. അവരാരും കൊന്നു കളഞ്ഞിട്ടൊന്നുമില്ല, അവരവിടെ തന്നെയുണ്ട്. ഈ മില്ലിയുടെ കൂടെ ജീവിക്കുമ്പോ അവിടുത്തെ ബാക്കിയുള്ള ലില്ലി മില്ലി നിന്നി എന്നൊക്കെ പറയുന്നവരെ നോക്കിക്കൊണ്ട് തന്നെ ജീവിക്കണം. പക്ഷെ കുറച്ച് കഴിയുമ്പോ മില്ലിയുടെ കൂടെ ജീവിക്കുന്ന സമയത്ത് അയ്യോ എനിക്ക് റില്ലിയുടെ കൂടെ ജീവിക്കാൻ മതിയായിരുന്നു. ആരാ പറഞ്ഞ അങ്ങനെ വേണ്ടാന്ന്? പക്ഷെ അതൊരു നിരാകരിക്കപ്പെട്ട സാധ്യതയായിരുന്നു. ആ സാധ്യത ഒരു വാസ്തവമായിരുന്നു, റിയൽ തിങ്. അപ്പൊ റില്ലിനോ ജില്ലിനോ മില്ലിനോ അല്ലെങ്കിൽ ലോകത്തിലുള്ള മറ്റെല്ലാ സ്ത്രീകളെയും നോക്കിക്കൊണ്ട് തന്നെ അവൻ മില്ലിയുടെ കൂടെ ജീവിക്കണം. അപ്പൊ മില്ലിയുടെ കൂടെ ജീവിക്കാനുള്ള ആ തീരുമാനം സ്ട്രോങ് ആയിരുന്നില്ലെങ്കിൽ, ആ തീരുമാനത്തില് അവൻ അവന്റെ പൂർണ്ണ ബോധ്യങ്ങളെ കടത്തി വിട്ടിട്ടില്ലായിരുന്നെങ്കിൽ ന്യൂ ഇയർ സൊല്യൂഷൻ പോലെയാവും. ന്യൂ ഇയർ സൊല്യൂഷൻ ഇരുന്നിട്ട് വളരെ ആഗ്രഹത്തോടു കൂടിയൊക്കെ പറയും, 1, 2, 3 ദിവസം കഴിയുമ്പോ ദേ എടുക്കണ്. അങ്ങനെ സംഭവിക്കുന്നില്ലേ പലരുടെയും കുടുംബങ്ങളില്? പിന്നീട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഒരു കൂരയുടെ കീഴിൽ അങ്ങനെ ജീവിക്കണേ. പക്ഷെ പല കുടുംബങ്ങളിലും അവരുടെ വിവാഹ ജീവിതം അല്ലെങ്കിൽ അതിന്റെ പ്രതിബദ്ധത ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെ തെറ്റിക്കെടുക്കുന്നുണ്ട്. അതിൽ നിന്നാണ് നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ പല വേദനകളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും പൊന്തി വന്നിരിക്കുന്നത്. അതിൽ പെട്ടിരിക്കുന്ന നിങ്ങൾ രണ്ടുപേരും തെറ്റാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആധ്യാത്മിക സംഘർഷം വന്ന് കയറിയിട്ടുണ്ട്. ഇനി ആ സംഘർഷത്തെ മാറ്റണമെങ്കിൽ നിങ്ങൾ എടുത്ത തീരുമാനത്തെക്കുറിച്ച് വീണ്ടും ബോധ്യങ്ങളിലേക്ക് കടന്നു വരണം. ഈ പ്രോബ്ലം, ഈ ന്യൂ ഇയർ റെസൊല്യൂഷന് സംഭവിക്കുന്ന പ്രോബ്ലം വിവാഹത്തിന് സംഭവിക്കുന്നത് പോലെ പൗരോഹിത്യത്തിന് സംഭവിക്കാം. വലിയ കാര്യമായിട്ട് ഞാനിനി കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോ അവിടെ നിൽക്കുന്ന എല്ലാ പെണ്ണുങ്ങളും നിരാകരിക്കപ്പെട്ട സാധ്യതയാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ ആ വലിയ കാര്യത്തിൽ അച്ഛനാവണേ. എന്നുവെച്ചാൽ അവരൊക്കെ പോയി കൊല്ലണോ? അവൻ സെലിബ്രേറ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ, അവന്റെ ബ്രഹ്മചര്യത്തെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ
പാരിഷിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും നോക്കിയിട്ട് ഈ ലോകത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും നോക്കിയിട്ട് കൊണ്ട് തന്നെ അവൻ തന്റെ പൗരോഹിത്യ ജീവിതം നടത്തണം. അപ്പൊ അയ്യോ, ഞാൻ ആ തീരുമാനത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞില്ല. പക്ഷെ അതൊക്കെ നിരാകരിക്കപ്പെട്ട സാധ്യതകളാണെന്ന് തിരിച്ചറിയണം. നിത്യവ്രത വാഗ്ദാനത്തില്, ഫൈനൽ പ്രൊഫഷനുകളില്, സന്യാസവ്രത വാഗ്ദാനങ്ങളിലൊക്കെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങള് കുറച്ച് കഴിയുമ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെ വലിച്ചെറിയാനും വളരെ സറ്റലായിട്ട് അതിനെതിരെ യുക്തിവാദങ്ങൾ നിരത്തി നമ്മൾ അങ്ങനെയാണ് ജീവിച്ചു പോണ്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ് തിങ്. ഇത് തിരിച്ചറിയണം നമ്മള്. പുനരൈക്യപ്പെടുന്നത് ആരെങ്കിലും പുറത്തു നിന്ന് പറഞ്ഞിട്ടല്ല. പുനരൈക്യപ്പെടാൻ ഞാൻ തീരുമാനിക്കുകയാണ്. പുനരൈക്യപ്പെടാൻ ഞാൻ തീരുമാനിച്ചാൽ അതിൻ്റെ ഒപ്പം ഒത്തിരി സാധ്യതകളും ഞാൻ നിരാകരിക്കണം എന്നറിയണം. പലർക്കും ഈ സാധ്യതകൾക്കുള്ളിൽ ഒന്നിനെ സ്വീകരിക്കാൻ കഴിയാതെ ആകുമ്പോഴാണ് പുനരൈക്യപ്പെടാൻ കഴിയാത്തത്. പലരും ഇപ്പൊ പുനരൈക്യപ്പെടണം എന്ന് പറഞ്ഞ അന്നത്തെ ആളുകൾ പുനരൈക്യപ്പെട്ടപ്പോ അവരുടെ പള്ളി, അവരുടെ പൂർവികർ അടക്കിയ സെമിത്തേരി, അല്ലെങ്കിൽ അവരായിരിക്കുന്ന അവസ്ഥ, അതൊക്കെ നിരാകരിക്കപ്പെട്ട സാധ്യതയായി. അപ്പൊ ചിലർ പറയും പുനരൈക്യപ്പെടാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, പക്ഷെ എൻ്റെ അപ്പന്റെ സെമിറ്ററി വിടാൻ എനിക്ക് പറ്റില്ല. അവന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായി. അന്ന് പുനരൈക്യപ്പെടണം. അപ്പൊ ബദനി ഒരു നിരാകരിക്കപ്പെട്ട സാധ്യതയായി, അല്ലെങ്കിൽ മുണ്ടമ്മല ഒരു നിരാകരിക്കപ്പെട്ട സാധ്യതയായി, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന പല കാര്യങ്ങളും നിരാകരിക്കപ്പെട്ട സാധ്യതയായി. അപ്പൊ ഈ സാധ്യതകളൊക്കെ എന്നോട് കൂടെ വരണം. ഞാൻ ഒന്നും തീരുമാനിക്കില്ല, പക്ഷെ മറ്റെല്ലാവരോടും കൂടി അത് എനിക്ക് കൊണ്ടുവന്ന് തരട്ടെ എന്ന് പറയുമ്പോഴാണ് പുനരൈക്യം ഒരു കടുങ്കഥയായിട്ട് അകന്നു പോകുന്നത്. സോ പിതാവിന്റെ മനസ്സിൽ ഇത് ഒരു വലിയ പെയിൻ ആയിട്ട് വരാൻ തുടങ്ങി. അന്നത്തെ കാലത്തെ അവസ്ഥകൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പുത്തൻകുറി സമുദായത്തിന്റെ ആ ഒരു അവസ്ഥ, അന്നത്തെ കാലം അത് ഉദയംപേരൂർ തൊട്ട് തുടങ്ങിയതാണ്. ഈ തീരുമാനവും സാധ്യതകളും തമ്മിലുള്ള അനന്തമായ ഫൈറ്റ് നമുക്ക് അന്നു മുതലേ കാണാം. അത് 12 പേര് കൂടി ഒരാളെ മെത്രാനാക്കുന്നതും അതിനുശേഷം വരുന്ന സംഭവവികാസങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തീരുമാനവും നിരാകരിക്കപ്പെട്ട സാധ്യതകളെയും വിടാൻ കഴിയാതെ ആ ആകർഷണങ്ങളിൽ പെട്ടിട്ട്, അല്ലെങ്കിൽ നിരാകരിക്കപ്പെട്ട സാധ്യതകളുടെ മോഹവലയങ്ങള് അത് നമ്മളെ ലൂറ് ചെയ്യുന്നതിൽ നമ്മൾ പെട്ടുപോകുന്ന ഒരു അവസ്ഥ. പിന്നീട് ആ അനുസരണക്കേടിന്റെ അല്ലെങ്കിൽ ആ നിരാകരിക്കപ്പെട്ട സാധ്യതയുടെ ടെറൈനിലേക്ക്, ആ ഒരു മേഖലയിലേക്ക് കടന്നു കയറുന്ന വ്യക്തി ക്യാൻ സിംപ്ലി ലൂസ് ദംസെൽസ്. അങ്ങനെയാണ് നമ്മൾ ആ മുടിയനായ പുത്രന്റെ കഥ പറയണേ. അവനൊരു നിരാകരിക്കപ്പെട്ട സാധ്യതയ്ക്കുള്ളിലാണ്. പന്നിക്കൂട്ടിലായിരിക്കുമ്പോ, അല്ലെങ്കിൽ പന്നികളെ അവനെ മേയ്ക്കുമ്പോ അവിടെ നിന്നിട്ട് അവന്റെ ആദ്യത്തെ തീരുമാനത്തെ കുറിച്ച് ചിന്തിക്കണം, എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് എനിക്ക് തിരിച്ചു പോകണമെന്ന്. പക്ഷെ ഈ പന്നിയെ വളർത്തുന്നതും അല്ലെങ്കിൽ ആ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു പുതിയ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നതും ഒരു സാധ്യതയാണ്. അപ്പൊ തീരുമാനത്തിനൊപ്പം അവന്റെ മുമ്പിൽ ഒത്തിരി സാധ്യതകളുണ്ട്. അതിൽ അവനൊരു ജോലിയെങ്കിലും കിട്ടുന്നേ, അവിടെ അവനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. പക്ഷെ അതൊക്കെ നിരസിക്കപ്പെട്ട സാധ്യതകളാണ്. സോ പിന്നീട് അവൻ ഈ സാധ്യതകളുടെ, അല്ലെങ്കിൽ നിരാകരിക്കപ്പെട്ട സാധ്യതകളുടെ ആ ആകർഷണ വലയത്തിൽ നിന്ന് അതിനെ ഭേദിച്ചു പുറത്തു വരുമ്പോ ലൂക്കോസ് സുവിശേഷത്തിന്റെ 15-17 എഴുതും, അവന് ബുദ്ധി വന്നപ്പോ, when he came into senses, അവന് ചേതന വന്നിട്ട്, അല്ലെങ്കിൽ അവന് ബുദ്ധി വന്നപ്പോ അവൻ പറഞ്ഞു, അയ്യോ, ഈ സാധ്യതകൾക്കുള്ളിൽ കിടക്കാനല്ല എന്നെ വിളിച്ചിരിക്കുന്നത്, ഐ ഷുഡ് ഗോ ബാക്ക്. ഞാൻ എൻ്റെ പിതാവിന്റെ അടുത്ത് പോയി പുനരൈക്യപ്പെടേണ്ടതുണ്ട് എന്ന് പറയും. അതാണ് ആത്മസംഘർഷം. ആ പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു അവസ്ഥ, പിതാവിന്റെ അടുത്തേക്ക് പോകണം, അല്ലെങ്കിൽ പോകും ഞാൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ. ബട്ട് ദെൻ എവഞ്ച്വലി ഈ ടേക്ക് എ ഡിസിഷൻ. മാർ ഇവാനിയോസ് പിതാവിന്റെ സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ ഇനി അല്പം കൂടി ആഴത്തിൽ അദ്ദേഹത്തിന് സന്യാസത്തിലേക്കൊക്കെ പ്രവേശിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അതിലേക്ക് കടക്കുന്ന വാതിലാണ് ഈ ശോധനപരമായ സംഘർഷ ചിന്ത. തീരുമാനവും നിരസിക്കപ്പെടുന്ന സാധ്യതകളും അത് പിതാവിന്റെ മുമ്പില് അങ്ങനെ പൊന്തി വരാൻ തുടങ്ങി. ഒത്തിരി സാധ്യതകൾ പിതാവിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. പിതാവിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന പല സാധ്യതകളുടെ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, വട്ടിപ്പണക്കേസിലെ ജയം ഒരു പുതിയ സാധ്യതയായി
അവരുടെ മുമ്പിലൊക്കെ വരാൻ തുടങ്ങി. പക്ഷെ അതിനോട് ചേർന്ന് പല സാധ്യതകളും പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത തീരുമാനത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അവബോധം, താൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും അതൊരു ജനതയെ മൊത്തം അതിലേക്ക് കൊണ്ടുവരുവാനും അദ്ദേഹത്തെ സഹായിച്ചു. അത് സന്യാസത്തിൽ അദ്ദേഹം തൻ്റെ ജീവിതത്തെ സ്ഫുടം ചെയ്യുമ്പോഴാണ്. സന്യാസത്തിലൂടെ അല്ലാതെ ആത്മപരിത്യാഗമോ ഈ നിരാകരിക്കപ്പെട്ട സാധ്യതകളെ തിരിച്ചറിഞ്ഞ് ഇതെനിക്ക് വേണ്ട എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അത് കുടുംബജീവിതത്തിലായാലും അതല്ലെങ്കിൽ സന്യാസ ജീവിതത്തിലായാലും ഒരു വൈദിക ജീവിതത്തിലായാലും ഒക്കെ സന്യാസത്തിൽ സ്ഫുടം ചെയ്ത മനസ്സിനെ നിരാകരിക്കപ്പെട്ട സാധ്യതകളെ തിരിച്ചറിഞ്ഞ് അത് എൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമല്ല എന്ന് പറയാനായിട്ട് കഴിയുള്ളൂ. പിതാവിനോട് കൂടെ ചേർന്ന അന്നത്തെ എല്ലാ ജനങ്ങളും ഈ ആധ്യാത്മിക വേദനയിൽ ഭാഗമാകുകയും അതിനോടൊക്കെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ചേട്ടൻ അല്ലെങ്കിൽ ആ കാരണവർ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, ഞങ്ങൾക്ക് കുരിശ് കിട്ടി. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. മറ്റു പല സാധ്യതകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ സിംപ്ലിസേഷ് പുനരൈക്യപ്പെട്ടതിലൂടെ, രക്ഷാകരമായ തിരുത്തലിലൂടെ ഞാൻ ദൈവത്തിന് വിധേയപ്പെട്ടു എന്ന് പറയുന്ന ഒരു ആധ്യാത്മിക ചിന്തയിലേക്ക് വന്നു. ഞാനിവിടെ നിർത്തുന്നു. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം. അതിനു മുമ്പ് ഒരു വചനം വായിച്ചിട്ട് നമുക്ക് നിർത്താം. ഒരു കാര്യം മനസ്സിലാക്കുക, പുനരൈക്യം ഒരു വികാരമായിരുന്നില്ല, പുനരൈക്യം ഒരു തീരുമാനമായിരുന്നു. പല സാധ്യതകൾക്കുള്ളിൽ നിന്ന്, ഈക്വലായിട്ട് നിൽക്കുന്ന പല സാധ്യതകൾക്കുള്ളിൽ നിന്ന് ഒത്തിരി ബോധ്യത്തോടെ എടുക്കുന്ന ഒരു തീരുമാനം. അത് കോർട്ട് പറഞ്ഞിട്ടോ കച്ചേരി പറഞ്ഞിട്ടോ വ്യവഹാരത്തിൽ ജയിച്ചിട്ടോ അല്ല. ഇറ്റ്സ് എ ഡിസിഷൻ ഓഫ് എ കമ്മ്യൂണിറ്റി, ഇറ്റ്സ് എ ഡിസിഷൻ ഓഫ് എ പേഴ്സൺ. എൻ്റെ പല സാധ്യതകളെയും വിട്ടുകളഞ്ഞുകൊണ്ട് പുനരൈക്യത്തിൻ്റെ കൈ ഞാൻ അപരന് നീട്ടിക്കൊടുക്കും. അതിൽ ജയത്തിൻ്റെയും തോൽവികളുടെയും 100 സാധ്യതകൾ വേണമെങ്കിൽ നമുക്ക് വെട്ടിമുറിച്ച് കാണിച്ചു കൊടുക്കാൻ കഴിയും. അതെല്ലാം യുക്തികൾ. പക്ഷെ പുനരൈക്യപ്പെടണം എനിക്ക് എന്നുള്ളത് ഈ എല്ലാ സാധ്യതകൾക്കുള്ളിൽ ദൈവികമായ ഇടപെടലുകൾ പോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പ്രചോദിതരായി ചെയ്യുന്ന ചില കർമ്മങ്ങളാണ്. അത് അതുവരെ ഉണ്ടായിരുന്ന എല്ലാത്തിനെയും ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇനിയും ഒരിക്കൽ കൂടി എന്ന് പറയുന്ന ഒരു വലിയ ജീവിത രീതിയിലേക്ക് കയറും. അവിടെ ഇളക്കപ്പെട്ടതും സൃഷ്ടിക്കപ്പെട്ടതും നീക്കം ചെയ്യപ്പെടും. അതൊന്നും നീക്കം ചെയ്യപ്പെടാതെ എല്ലാ സാധ്യതകൾക്കുള്ളിൽ ഞങ്ങൾ ഒരുമിച്ച് വരണം. അതിന് മൂന്നാമൻ ഒരു കോർട്ടിൽ നിന്നുള്ള ഒരു 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 വിധി വരണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വന്ന് ഞങ്ങളെ കൂട്ടിച്ചേർക്കട്ടെ. അങ്ങനെയല്ല. ഞാൻ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ തീരുമാനം എടുക്കുകയാണ്, ഞാൻ പുനരൈക്യപ്പെടും. ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകും, എൻ്റെ വ്യക്തിബന്ധങ്ങളിലേക്ക് തിരിച്ചു പോകും, എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളിലേക്ക് തിരിച്ചു പോകും. അത് ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വലിയ ദൃഢനിശ്ചയമായിട്ട് മാറും. അങ്ങനെയല്ലെങ്കിൽ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 7-ാം അധ്യായത്തിൻ്റെ 15-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. റോം 7:15. ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ദാറ്റ് ഈസ് ആ സംഘർഷം. എൻ്റെ പ്രവർത്തികൾ എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ഇങ്ങനെ തല്ലിലും ബഹളത്തിലും ഒക്കെ ജീവിക്കാനാണോ നമ്മൾ വിളിച്ചിരിക്കുന്നത്? ആ വ്യക്തികൾ പറയും, അല്ല, സമാധാനവും ശാന്തിയും കൂട്ടായ്മയുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ എന്തേ ആ പ്രവൃത്തികൾ വെറുക്കുന്നത് മാത്രം ചെയ്യുന്നത്? കണ്ണുകൾ അടച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ പുതുവർഷത്തിലെ തീരുമാനങ്ങൾ പോലെയാണോ നിങ്ങളുടെ സ്നേഹതലത്തിലെ തീരുമാനങ്ങൾ, ദാമ്പത്യ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ, പൗരോഹിത്യത്തിൻ്റെ തീരുമാനങ്ങൾ, നിങ്ങളുടെ സന്യാസ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ? ഒരു തീരുമാനം എടുത്തതിന് ശേഷം 100 നിരാകരിക്കപ്പെട്ട സാധ്യതകൾ എന്തുകൊണ്ട് കോൺഗ്രിഗേഷൻ ഞങ്ങൾക്കത് ലീഗലാക്കി തരുന്നില്ല? ഈ സാധ്യതകളെയും എന്തുകൊണ്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല? പക്ഷെ അത് നീ നിരാകരിച്ചതല്ലേ?
ഇത്രയും പോകുന്ന ഫോൺ കൊണ്ട് നടക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ജൂനിയർ സിസ്റ്റേഴ്സിനോട് ചോദിക്കും, സിസ്റ്ററെ ഇത്രയും വലിയ ഫോൺ കൊണ്ടു നടക്കാനായിട്ട് നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിനക്ക് ഒരു പെർമിഷൻ ഇല്ലല്ലോ. ഈ ഫോൺ കൊണ്ട് നടക്കുന്നത് നിനക്ക് നിരാകരിക്കപ്പെട്ട നെഗേറ്റഡ് ആയിട്ട് ഒരു പോസിബിലിറ്റി അല്ലേ? ആ കൊച്ചു സിസ്റ്റർ ഒരു കള്ളച്ചിരിയോടുകൂടെ പറയും, അടുത്ത പ്രൊവിൻഷ്യൽ മീറ്റിങ്ങിൽ അതൊക്കെ ശരിയാക്കി തരും അച്ഛാ. അത് ശരിയാ, അടുത്ത പ്രൊവിൻഷ്യൽ മീറ്റിങ്ങിൽ ശരിയാക്കി തരുമെന്ന് പറഞ്ഞ് ഓൾറെഡി മുൻകൂർ ജാമ്യം എടുത്ത് ഇതും പിടിച്ചുകൊണ്ട് നടക്കുക. അങ്ങനെ മുൻകൂർ ജാമ്യം എടുത്ത് സാധ്യതകളിൽ മാത്രം ആകർഷിക്കപ്പെട്ട് ജീവിക്കുമ്പോൾ പുനരൈക്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. ഇറ്റ്സ് എ ലൂർ ഓഫ് ദ നെഗറ്റഡ് ടെറൈൻ ക്യാൻ എൻഗൾഫ് us. Just soul our setup. അതുവഴി നമ്മുടെ ഉള്ളിലുള്ള ആധ്യാത്മിക ചേതനയും നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളൊക്കെ മ്ലേച്ഛതയാൽ നിറയും. അപ്പോഴാണ് നമ്മൾ അറിയേണ്ടത്, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ അടിത്തട്ടിൽ മ്ലേച്ഛത ഊറിക്കിടക്കുന്നു. ഞാനതിനെ കാണുകയും മണക്കുകയും ചെയ്ത് അതിനെയെല്ലാം ദൈവത്തെ അറിയുന്നതിനുള്ള സോപാനങ്ങളാക്കി മാറ്റണം. അവിടെ സന്യാസം തുടങ്ങും. ഒരു സന്യാസിയാകാതെ തീരുമാനങ്ങളിലെത്താൻ നമുക്ക് കഴിയില്ല. ലോകത്തിൻ്റെ അനന്ത സാധ്യതകളെ നിരാകരിക്കപ്പെട്ട സാധ്യതകളായിട്ട് കണ്ട് സ്നേഹത്തിൻ്റെ പുനരൈക്യത്തിൻ്റെ ആ വലിയ പാതയിലേക്ക് കടക്കണമെങ്കിൽ സന്യാസത്തിൻ്റെ തീച്ചൂളയിൽ വ്രതത്രയങ്ങളുടെ കത്തികൊണ്ട് ഉള്ളിലുള്ള എല്ലാ മ്ലേച്ഛതകളെയും പുറത്തെടുത്ത് നമ്മളും ആ യാഗാഗ്നിയിലേക്ക് പ്രവേശിക്കണം. അതൊരു ശുദ്ധീകരണമാണ്, അതൊരു തീരുമാനമാണ്. തിരിച്ചു വരുമ്പോൾ വീണ്ടും നമ്മൾക്ക് കേൾക്കാം. താങ്ക് യു.